വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സഹോദരങ്ങളെ, അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സ്വലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദിക തഹീലത്തി അദ്രിക്നി യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ്. ബഹുമാനമുള്ളവരെ, ആഗസ്റ്റ് 1-ാം തീയതി നമ്മുടെയൊക്കെ മനസ്സിൽ ഓർമ്മ വരുന്ന ഒരു മുഖം, അല്ലെങ്കിൽ പ്രത്യേകമായിട്ട് ആ ദിവസത്തിൽ നമ്മളൊക്കെ ഓർക്കുന്ന ഒരു വ്യക്തിത്വമാണ് 17 വർഷമായിട്ട് മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. അല്ലാഹു തആല അവരുടെ പരലോകം വെളിച്ചമായി കൊടുക്കട്ടെ, അവരുടെ ദറജ അല്ലാഹു ഏറ്റി കൊടുക്കട്ടെ. നമുക്ക് ദുആ ചെയ്യാം. ശിഹാബ് തങ്ങൾ ഈ ലോകത്തോട് വിട പറഞ്ഞിട്ട് 17 വർഷം കഴിഞ്ഞു. 17ാമത്തെ ഓർമ്മ ദിനം നമ്മൾ ഈ ഓഗസ്റ്റ് 1 നമ്മൾ ഓർക്കുകയാണ്. 2009 ഓഗസ്റ്റ് 1-നാണ് മഹാനവറുകൾ ഈ ലോകത്തോട് യാത്ര പറഞ്ഞത്. മഹാനവറുകളെക്കുറിച്ച് എങ്ങനെയൊക്കെ പറയണം, അല്ല എന്തു പറയണം എന്നൊന്നും നമുക്ക് ഒരു നിർണയിക്കാൻ പറ്റാത്ത അത്രയേറെ പറയാനുള്ള ഒരു മഹൽ ജീവിതം നയിച്ചിട്ടാണ് മഹാനവറുകൾ ഈ ലോകത്തോട് വിട പറഞ്ഞത്. അവർ വലിയൊരു സമൂഹമായിരുന്നു. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് അങ്ങനെ പറയുന്നുണ്ട് ഖുർആൻ. മഹാനായ ശിഹാബ് തങ്ങൾ കേരളീയ സമൂഹത്തിൻ്റെ മുമ്പിൽ ജീവിച്ചത് പകൽ വെളിച്ചം പോലെ എല്ലാവർക്കും ധാരാളമായിട്ട് പറയാനുണ്ട്. ഒരു ഇസ്ലാമിക സമൂഹം എന്ന നിലക്ക് നമുക്ക് പറയാനുള്ളത് അഹ്ലു ബൈത്താണ്. സയ്യിദ് കുടുംബം എന്ന് പറഞ്ഞാൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരമക്കളിൽപ്പെട്ട ആളാണ്. ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹയുടെ മക്കളാണ് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ. ആ 2 മക്കളിൽ നിന്നാണ് അഹ്ലു ബൈത്തിൻ്റെ ആ ഒരു തുടക്കമായിട്ട് അലി റളിയല്ലാഹു അൻഹുവിനെയും അഹ്ലു ബൈത്തായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ പിതാവും മാതാവും അഹ്ലു ബൈത്താണ്. അഹ്ലു ബൈത്തിനെ കുറിച്ച് സൂറത്ത് അഹ്സാബിൽ, അതുപോലെ പല ആയത്തുകളിലും അള്ളാഹു പറയുന്നുണ്ട്. അള്ളാഹു പറഞ്ഞൊരു കാര്യം, അതിൻ്റെ അഹ്സാബ് സൂറത്തിൻ്റെ 33-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത്, ഇന്നമാ യുരീദുല്ലാഹു ലിയുദ്ഹിബ അൻകുമു റിജ്സ അഹ്ലൽ ബൈത്തി വയുതഹിറക്കും തത്ഹീറ. വയുതഹിറക്കും തത്ഹീറ എന്നുള്ളത് തന്നെ അഹ്ലു ബൈത്തിൻ്റെ പരിശുദ്ധിയെ വിളിച്ചോതുകയാണ്. അതുപോലെ ഖുർആൻ കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ഭാര്യമാർ അഹ്ലു ബൈത്താണ് എന്ന് മനസ്സിലാക്കാം. അലി റളിയല്ലാഹു അൻഹും ഫാത്തിമ ബീവിയും ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹും, ഈ 4 പേർ അഹ്ലു ബൈത്താണ് എന്ന് ഹദീസ് കൊണ്ടും മനസ്സിലാക്കാൻ പറ്റും. ശൂറയുടെ 23-ാമത്തെ ആയത്തിൽ അള്ളാഹു ഇങ്ങനെ പറയുന്നുണ്ട്, കുല്ല അസ്അലുക്കും അലൈഹി അജ്റാ ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബ. നിങ്ങൾ എൻ്റെ കുടുംബത്തോട്, അടുത്ത ബന്ധുക്കളോട് നിങ്ങൾ സ്നേഹം പ്രകടിപ്പിക്കണം, അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയാൻ വേണ്ടി അള്ളാഹു പറയുന്നുണ്ട്. അല്ലാതെ ഞാൻ നിങ്ങളോടൊരു പ്രതിഫലവും ഞാൻ ചോദിക്കുന്നില്ല, എൻ്റെ കുടുംബത്തെ നിങ്ങൾ പരിഗണിക്കണം.
അപ്പോൾ അഹ്ലു ബൈത്തിൻ്റെ ഒരു ചിത്രം ഏകദേശം നമുക്ക് കിട്ടി. അവിടുത്തെ ഭാര്യമാർ അഹ്ലു ബൈത്താണ്. അവിടുത്തെ മകൾ ഫാത്തിമ ബിബിയും മരുമകൻ അലി റളിയല്ലാഹു അൻഹുവും കുട്ടികളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ ഈ 4 പേരും അഹ്ലു ബൈത്താണ്. ഇമാമുന ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി അഹ്ലു ബൈത്തിനെ ഏറെ ഇഷ്ടപ്പെട്ട മഹാനാണ്. അവർ അഹ്ലു ബൈത്തിനെ കുറിച്ച് പറഞ്ഞെന്താണെന്നറിയോ? യാ അഹ്ല ബൈത്തി റസൂലില്ലാഹി ഹബ്ബുകും ഫർളും മിനല്ലാഹി ഫിൽ ഖുർആനി അൻസലഹു യക്ഫീകും മിൻ നളീമിൽ ഫഖരി അന്നകും മൻ ലം യുസല്ലി അലൈകും ലാ സ്വലാത ലഹു. അഹ്ലു ബൈത്തിനെ സ്നേഹിക്കൽ അള്ളാഹു ഖുർആനിൽ പറഞ്ഞതാണ്. മാത്രമല്ല അതിൻ്റെ അവസാനം കുറിച്ചത് ഇങ്ങനെയാണ്: നബിയെ, അങ്ങയുടെ മേൽ അതുപോലെ അഹ്ലു ബൈത്തിൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലാത്തവനിക്ക് നിസ്കാരമില്ല. ഇബ്രാഹിമിയ സ്വലാത്ത്, അതിൽ അഹ്ലു ബൈത്തിനുള്ള സ്വലാത്തുണ്ടല്ലോ. അപ്പോൾ അഹ്ലു ബൈത്തിൻ്റെ ഒരു പ്രത്യേകത ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞ ആ പദ്യത്തിൽ നമുക്ക് മനസ്സിലായി. റസൂലുള്ളാഹി പറഞ്ഞൊരു ഹദീസുണ്ട്: അല്ലാഹുമ്മ അഹ്ലു ബൈത്തി, അല്ലാഹുമ്മ അഹ്ലു ബൈത്തി ഫഅദ്ഹിബ് അൻഹുമുദ് ദിജ്സ വതഖിറുഹും തത്ഹീറാ. ഖുർആൻ ആയത്തിൻ്റെ ഒരു ആശയം ഉൾക്കൊള്ളുന്നൊരു ഹദീസാണ്. അഹ്ലു ബൈത്തിനെ ശുദ്ധീകരിക്കണേ. അവർ നമുക്ക് റസൂലുള്ളാഹി തങ്ങൾ അഹ്ലു ബൈത്തിനെ നമുക്കൊരു കാവലാക്കിയിട്ടാണ് പോയിട്ടുള്ളത്. നമ്മുടെ എന്തെങ്കിലുമൊക്കെ നമുക്ക് വിഷമങ്ങൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മൾ സയ്യിദന്മാരെ സമീപിക്കാറുണ്ട്. പ്രത്യേകിച്ച് നമ്മളെ മലബാറിലൊക്കെ ഉള്ള ഒരു രീതി എന്ന് പറഞ്ഞാൽ പാണക്കാട് തങ്ങന്മാരെ കാണാൻ പോകുന്ന ഒരു രീതിയുണ്ട്. അവിടെ ഏറ്റവും വലിയ തങ്ങൾ ആരാണോ, അല്ലെങ്കിൽ അവരെ സഹോദരന്മാരെ, അല്ലെങ്കിൽ അവിടെ ആരാണോ സൗകര്യപ്പെടുന്നവരെ കാണും. ഇതൊരു ചടങ്ങിയോ ചൊവ്വാഴ്ചകളിൽ പാണക്കാട് പോയാൽ കാണാൻ പറ്റുന്നൊരു കാഴ്ചയാണ്. സെയ്ദ് പൊക്കോയ തങ്ങൾ ഉപ്പാപ്പ ഉണ്ടായിരുന്ന തങ്ങൾ ഉപ്പാപ്പാനെ കാണും. പിന്നെ അവരെ മക്കൾ സെയ്ദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, സെയ്ദ് ഉമർ അലി ശിഹാബ് തങ്ങൾ, സെയ്ദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ, അവരൊക്കെ മരണപ്പെട്ടു പോയി. അള്ളാഹുവിലൂടെയൊക്കെ പരലോകം സന്തോഷമായി കൊടുക്കട്ടെ. അവർ പേരുകളൊക്കെ പറയുന്നത് കൊണ്ട് അള്ളാഹു നമുക്ക് ആഫിയത്തും ആരോഗ്യവും നൽകട്ടെ. ഇപ്പോഴും അവരെ മക്കളുണ്ടല്ലോ, അവരടുക്കലും പോകാറുണ്ട്. അപ്പോൾ എന്താണ് ഇതിൻ്റെ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു: ഇനി താരിക്കും ഫീക്കും സഖലി, 2 ഭാരമേറിയ വസ്തു നിങ്ങളിൽ വെച്ചിട്ടാണ് ഞാൻ പോകുന്നത്, ഞാൻ വഫാത്തായി പോകുന്നത്. ആ 2 വസ്തുക്കളും നിങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന് അള്ളാഹുവിൻ്റെ കിതാബാണ്, 2 എൻ്റെ അഹ്ലു ബൈത്താണ്. കിതാബല്ലാഹ് വ അഹ്ല ബൈത്തി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഖുർആനിനെ അനുസരിക്കുകയും എൻ്റെ അഹ്ലു ബൈത്താകുന്ന എൻ്റെ മക്കളെ, പേരക്കുട്ടികളെ നിങ്ങൾ സ്നേഹിക്കുകയും ചെയ്യുക. കാരണം അവരോടൊരു കോപം നമുക്കുണ്ടാവാൻ പാടില്ല. റസൂൽ പറഞ്ഞല്ലോ: ഫാത്തിമത്തു ബിദ്അത്തും മിന്നി, ഫാത്തിമ എൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗമാണ്. ഫമൻ അഗ്ളബഹാ ഫഖദ് അഗ്ളബനി, ആരെങ്കിലും എൻ്റെ ഫാത്തിമയോട് ദേഷ്യം വെച്ചാൽ അവൻ എന്നോടാ ദേഷ്യം വെച്ചത്. അപ്പോൾ അഹ്ലു ബൈത്തിനോട് ദേഷ്യമുണ്ടാകാൻ നമുക്ക് പാടില്ല. റസൂൽ 3 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്: ഉദക്കിറുകുമുല്ലാഹ ഫീ അഹ്ലി ബൈത്തി. ഈ വാചകം തുടരെ 3 പ്രാവശ്യം റസൂൽ പറഞ്ഞു. എൻ്റെ അഹ്ലു ബൈത്തിൻ്റെ കാര്യത്തിൽ അവരുടെ അവകാശങ്ങൾ അവരെ നിങ്ങൾ സ്നേഹിക്കണം, പരിഗണിക്കണം. അത്രല്ല, അവർ സ്വർഗത്തിലല്ലേ, അവർ സ്വർഗത്തിലെ നേതാക്കളാ. റസൂൽ പറഞ്ഞല്ലോ: അൽ ഹസനു വൽ ഹുസൈനു
സയ്യിദാ ശബാബ് അഹ്ലിൽ ജന്ന. ഇമാം തിർമുദി രേഖപ്പെടുത്തുന്ന ഹദീസാണ്. ഹസനും ഹുസൈനും നാളെ സ്വർഗീയ യുവാക്കളുടെ നേതാവാണ്. അഹ്ലു ബൈത്തിനെ എത്ര നമ്മൾ സ്നേഹിക്കുന്നോ അത്ര നമുക്ക് അവരെ കൊണ്ട് ഗുണം കിട്ടിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. മാത്രമല്ല അഹ്ലു ബൈത്തിൻ്റെ ആ ഒരു പ്രത്യേകത, ബൈത്തുന്നുബുവ്വതി മംബഉൽ അൻവാരി വബിഹിം യുളിഉ ദർബു കുല്ലി സൈരി. ഒരു അറബിയുടെ കവിതയാണ്. അതായത് നബിത്വത്തിൻ്റെ പ്രവാചകത്വത്തിൻ്റെ ഭവനം അത് അഹ്ലു ബൈത്താണ്. അവരുടെ പ്രകാശത്താലാണ് സത്യാന്വേഷകരുടെ അവർക്കുള്ള വഴി വെളിച്ചമായി കിട്ടുന്നത്. അഹ്ലു ബൈത്താണ്. റസൂൽ പറഞ്ഞില്ല, അഹ്ലു ബൈത്തി കസഫീനത്തി നൂഹ്, എൻ്റെ അഹ്ലു ബൈത്ത് നൂഹ് നബിൻ്റെ കപ്പൽ പോലെയാണ്. എന്താ നൂഹ് നബിൻ്റെ കപ്പലിൻ്റെ പ്രത്യേകത? ഒരു പ്രയാസം വന്നപ്പോൾ, തുഫാൻ എന്ന് പറയുന്ന വെള്ളപ്പൊക്കം വന്നപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെട്ടത് കപ്പലിൽ കയറിയവർ മാത്രമാണ്. കപ്പലിൽ കയറാതെ മാറി നിന്നവർ മുങ്ങി നശിക്കുകയാണ് ചെയ്തത്. നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ഒരു ഭാര്യയും ഒരു മകനും ആ മുങ്ങി നശിച്ചവരിൽ പെട്ടുപോയിട്ടുണ്ട്. അപ്പോൾ അഹ്ലു ബൈത്തിനെ നാം സ്നേഹിക്കണം. ഹസൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു നന്മ റസൂൽ പറയുന്നുണ്ട്, ഇന്ന ബിനി ഹാദാ സയ്യിദുൻ വലഅല്ലല്ലാഹ യുസ്ലിഹ ബിഹി ബൈന ഫിയതൈനി അളീമതൈനി മിനൽ മുസ്ലിമീൻ. സ്വഹീഹുൽ ബുഖാരിയുടെ ഹദീസാണ്. എൻ്റെ ഈ മകനുണ്ടല്ലോ, ഹസനെ കുറിച്ചാണ് പറഞ്ഞത്. ആ മകനെ കൊണ്ട് അള്ളാഹു നന്മയെ അള്ളാഹു വെളിപ്പെടുത്തും. എങ്ങനെയാ? മുസ്ലിങ്ങളായ രണ്ട് വിഭാഗം ആളുകൾക്കിടയിലുള്ള ഒരു മസുലഹത്ത് എൻ്റെ ആ മകനെ കൊണ്ട് അള്ളാഹു നിങ്ങൾക്ക് തുറന്നു തരും. ഉണ്ടായി. കാരണം ഹസൻ റളിയല്ലാഹു അൻഹുവിനെ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ വിയോഗത്തിന് ശേഷം ഹസൻ റളിയല്ലാഹു അൻഹു ഖലീഫയായിട്ട് ബൈഅത്ത് ചെയ്തു. പക്ഷേ ഹസൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്ത് മുആവിയ റളിയല്ലാഹു അൻഹു പോലത്തെ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് അവർ മനസ്സിലാക്കിയപ്പോൾ കുറഞ്ഞ മാസങ്ങൾ ഖലീഫയായി ഹസൻ റളിയല്ലാഹു അൻഹു അത് തൻ്റെ ഭരണം അതിൽ നിന്ന് മാറി മദീനത്ത് വന്ന് പിന്നെ അദ്ദേഹം മദീനത്ത് ജീവിച്ചു എന്നാണ്. അതുകൊണ്ട് ആ പ്രശ്നങ്ങൾ ഒതുങ്ങി. വലിയൊരു പ്രശ്നത്തിൽ നിന്ന് അപ്പോൾ പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടായില്ല. റസൂലുള്ളാഹിൻ്റെ അതുപോലെയാണ് ഹുസൈൻ. റസൂൽ പറഞ്ഞു, ഹുസൈനും മിന്നി വഅന മിൻ ഹുസൈൻ. ഹുസൈൻ എണ്ണിപ്പെട്ടവനാണ്, ഞാൻ ഹുസൈനിലും. ഹബ്ബല്ലാഹു മൻ അഹബ്ബ ഹുസൈന. ഹുസൈനെ സ്നേഹിച്ചവർക്ക് അള്ളാഹു അവർക്ക് സ്നേഹം കൊടുക്കും, അള്ളാഹു അവരെ ഇഷ്ടപ്പെടും. അപ്പോൾ അഹ്ലു ബൈത്തിൻ്റെ ഒരു പുണ്യം അതാണ് മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളിൽ നമ്മൾ കണ്ടത്. അതൊരു മെഴുകുതിരി പോലെയാണ്. അതിങ്ങനെ ഉരുകിത്തീർന്നത് ഈ സമൂഹത്തിന് വേണ്ടിയിട്ടാണ്. അത് ഉരുകിയത് എന്തിനാണ് ചോദിച്ചാൽ സമൂഹത്തിന് വേണ്ടി. അവരെ കൊണ്ടൊരുപാട് നേട്ടങ്ങൾ സമൂഹത്തിനുണ്ടായി. അല്ലാഹു തആല ആ മഹാനുഭാവൻ്റെ കൂടെ സ്വർഗത്തിൽ വസിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. അതുകൊണ്ട് അങ്ങനെയുള്ള മഹാന്മാരെയൊക്കെ ഓർക്കുന്നത് തന്നെ നമ്മുടെ ജീവിതത്തിൽ വലിയ ഐശ്വര്യത്തിന് കാരണമാകുമെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇൻഷാ അല്ലാഹ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. നിങ്ങളൊക്കെ ഇത് കേൾക്കുകയും ഷെയർ ചെയ്യുകയും ചെയ്യുമെന്നുള്ള വിശ്വാസത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.